ഹായ് ഗൈസ്, വെൽക്കം ടു ക്രിഷ് ടോക്സ്. സീരിയൽ റിവ്യൂസ് വേഗത്തിലറിയാൻ പ്ലീസ് സബ്സ്ക്രൈബ്. കഴിഞ്ഞ എപ്പിസോഡിൽ സ്റ്റാൻലി ആലീനും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റാൻലി തൻ്റെ പട്ടാള ചിട്ടകളും രീതികളും ഒക്കെ അവളോട് പറയുന്നുണ്ട്. ടേബിൾ മാനേഴ്സിനെ കുറിച്ചും ഭക്ഷണം കഴിക്കുന്ന രീതിയെക്കുറിച്ച് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്ര അലീനയെ വിളിച്ചിട്ട് നീ അവിടെ ഓക്കെ അല്ലേ, കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്ഛനോട് പറയാൻ മടിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അലീനയെ കാണാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന മനുവിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രി മനു അലീനയെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ അലീന മനുവിനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ എവിടെയാണെന്നറിയോ, ആരടുത്താണെന്നറിയോ? അപ്പോൾ മനു പറയുന്നുണ്ട്, എനിക്കറിയാം, സ്റ്റാൻലീൻ്റെ അടുത്തല്ലേ. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, സ്റ്റാൻലി ആരാന്നറിയോ? എൻ്റെ പപ്പയാണെന്നൊക്കെ. മനുവേട്ടനോട് കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എല്ലാം മനുവേട്ടന് അറിയാമായിരുന്നോ? എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ എന്ന് അലീന മനുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പം മനു പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞതല്ല, ഞാൻ അങ്ങനെ ചോദിച്ച സമയത്ത് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞതാണ്. പിന്നെ എങ്ങനെ ഞാനത് നിന്നോട് പറയാം? അത് അതിൻ്റേതായ സമയത്ത് അങ്കിൾ തന്നെ പറയും, അങ്കിളിനെ അറിയാതെ എപ്പോൾ പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ ഉള്ളതെന്ന് പറയുകയാണ്. പിന്നീട് മനു ചോദിക്കുന്നുണ്ട്, അവിടെ എങ്ങനെയാണ്, സ്റ്റാൻലി എങ്ങനെയാണെന്നൊക്കെ. അപ്പം അവൾ പറയുന്നുണ്ട്, പപ്പയ്ക്കൊരു പട്ടാള ചിട്ടയും കാര്യങ്ങളൊക്കെയാണ്, നല്ലവരാണോ എന്ന് അറിയാൻ മാത്രമുള്ള സമയമായിട്ടില്ല, എനിക്കറിയില്ല എന്നൊക്കെ. പിന്നീട് മനു വൈജയന്തി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവളോട് പറയുകയാണ്. അതിനുശേഷം കോൾ കട്ട് ചെയ്തിട്ട് അവൾ രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് കൃഷ്ണമോളും ബബിതയൊക്കെ ഓടി വരുന്നുണ്ട് അലീനയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, ഇവിടെ വലിയൊരു ബംഗ്ലാവ് വീടാണ്, ഇവിടെ സൗകര്യത്തിനും കാര്യങ്ങൾക്കും ഒരു കുറവും കാര്യങ്ങളും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അവർ സന്തോഷിക്കുന്നുണ്ട്. അലീനയെ കാണാത്തതിൻ്റെ ഒരു സങ്കടം അവർക്കുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അതിരാവിലെ എണീറ്റ് വരുന്ന അലീനയാണ്. അവൾ എണീറ്റ് വരുന്ന സമയത്ത് അവിടെ എങ്ങും ആരും കാണാനില്ല. കാണാതിരിക്കുന്ന സമയത്ത് അവൾ വീട്ടിലൂടെയും പറമ്പിലൂടെയും എല്ലാം അവരെല്ലാവരെയും അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അവളിങ്ങനെ അവരെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് അവിടേക്കൊരു ചേച്ചി കടന്നു വരുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാന്ന്? അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട്, ഞാനിവിടെ വീടും പറമ്പൊക്കെ അടിച്ച് വാരാൻ വരുന്ന ഒരാളാണ്, എൻ്റെ പേര് സാവിത്രി എന്നാണെന്ന്. കുഞ്ഞാരാ, ഇവിടെ പണിക്ക് വന്നതാണെന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, പണിക്ക് വന്നതല്ല, ഞാൻ ഇവിടെയുള്ള ഒരാളാണെന്ന്. വ്യക്തമായിട്ട് ഞാൻ ഇവിടുത്തെ ആരാന്ന് പറയാനായിട്ടില്ല, ഞാൻ പിന്നീട് അത് പറയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സാവിത്രി പണികളെല്ലാം കഴിഞ്ഞ് പോവാൻ നേരത്തെ രാവിലെ അവൾ വരുമ്പോൾ കയ്യിൽ മടക്കി പിടിച്ചിരുന്ന സഞ്ചി നിറച്ച് സാധനങ്ങളുണ്ട്. ഇത് കണ്ടിട്ട് സംശയിച്ച് അലീന സാവിത്രീൻ്റെ പുറകെ പോയി നോക്കുകയാണ്. സഞ്ചിയിൽ എന്താ നോക്കട്ടെ എന്ന് പറയുമ്പം അതിൽ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും അതിലുണ്ടായിരുന്നു. പൗലോസേട്ടന് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ എനിക്ക് തന്നു വിടാറുണ്ട്, വീട്ടിലെ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയുമ്പം അലീന അത് തിരിച്ചത് തന്നെ ഇട്ടിട്ട് പോയിക്കോന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അലീന ആൻ്റപ്പനെയും പൗലോസിനെയും തിരക്കി അവരുടെ മുറിയിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് അവർ എണീറ്റ് വന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും എണീക്കാൻ ഇത്ര സമയമാവും, കേണൽ സാബ് 8 മണിയാവും എണീക്കാൻ, ഒരു 10 മണിയാകുമ്പോൾ മാത്രമേ കേണൽ സാബിന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ വേഗം നേരത്താണ് എണീക്കാറെന്ന് പറയുകയാണ്. പിന്നീട് സാവിത്രി അവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോയതിനെക്കുറിച്ചും നമുക്കിനി മുതൽ 6 മണിയാകുമ്പോൾ എണീക്കാമെന്ന് അവൾ അവരോട് പറയുകയാണ്. അവരതിന് കുഴപ്പമൊന്നും കാണിച്ചിട്ടില്ല, എന്നാലും അവർ പറയുകയാണ് കേണൽ സാബ് അത് സമ്മതിക്കില്ല, സാബിൻ്റെ രീതികളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയാണെന്ന്. അത് കുഴപ്പമില്ല, പപ്പയോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് പറയുമ്പം പുറത്ത് ഇഷ്ടക്കേടൊന്നും കാണിച്ചിട്ടില്ലെങ്കിലും ഉള്ളിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടക്കേടുണ്ട്. അടുത്ത എപ്പിസോഡിൽ തിരിച്ച് വീട്ടിലെത്തുന്ന ബാലചന്ദ്രനെ വൈജയന്തി ചോദ്യം ചെയ്യുന്നു. അവിടെ കുറച്ച് കലഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.